തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടൻ വിജയ് ഒപ്പുവെച്ച ആദ്യ ഉത്തരവുകളിലൊന്നായിരുന്നു സിംഗപ്പൻ എന്ന പ്രത്യേക പോലീസ് സേന. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനുമാണ് ഈ സേന രൂപീകരിക്കുന്നത്. കൊലപാതകം, മോഷണം, സ്ത്രീപീഡനം, ലഹരിമരുന്ന് ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സേനയുടെ പ്രവർത്തനം ഏറെ നിർണായകമാകും. പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന വേളയിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്ന നിയമപാലനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഈ നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ചൊവ്വാഴ്ചയാണ് സിംഗപ്പൻ സേന മുഖ്യമന്ത്രി വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സ്ത്രീ സുരക്ഷ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പ്രധാന വിഷയമായിരുന്നു. സ്ത്രീ വോട്ടർമാരാണ് വിജയുടെ വിജയത്തിന് കാരണം എന്നാണ് വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടനെ വിജയ് 4 ഉത്തരവുകളിൽ ഒപ്പുവച്ചിരുന്നു. അതിലൊന്ന് സിംഗപ്പൻ സേന രൂപീകരണമാണ്. അതാണ് ചൊവ്വാഴ്ച സാധ്യമായത്. ചൊവ്വാഴ്ച വൈകിട്ട് ചെന്നൈയിൽ രാജരത്നം സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് സേനയെ തമിഴ്നാടിന് സമർപ്പിച്ചു. സ്ത്രീകൾക്ക് ബഹുമാനവും അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിജയ് പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അദ്ദേഹം. കൂടാതെ സ്ത്രീകൾക്ക് സഹായം തേടുന്നതിനായി പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും മൊബൈൽ നമ്പറുകളും ഉടനെ പുറത്തിറക്കും. ഈ പ്രത്യേക സേനയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് സംഘത്തിന്റെ മേധാവി IG ഭുവനേശ്വരി വിശദീകരണവും നൽകി. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വനിതാ ജീവനക്കാർ കൂടുതലായുള്ള വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇനി മുതൽ സിംഗപ്പൻ സേനയുടെ സാന്നിധ്യമുണ്ടാകും. കുറ്റകൃത്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി മുൻകരുതലുകൾ എടുക്കുന്നതിനൊപ്പം സ്ത്രീകളിൽ ആത്മവിശ്വാസം വളർത്താനുള്ള പെട്രോളിംഗും ഇവർ നടത്തുമെന്ന് IG പറയും. കുറ്റകൃത്യങ്ങൾ നടന്ന ശേഷം അന്വേഷിക്കുന്നതിന് പകരം കുറ്റങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന പ്രതിരോധ സംവിധാനമായാണ് ഈ സേനയെ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു പോലീസ് സേന സ്ത്രീകൾക്ക് വേണ്ടി ഡ്രോൺ അധിഷ്ഠിത പെട്രോളിംഗ് സംവിധാനം ഉപയോഗിക്കുന്നത്. ബോഡി വോൺ ക്യാമറകൾ, തത്സമയ സ്ട്രീമിംഗ് സൗകര്യം, അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഈ സേനയുടെ ഭാഗമാണ്. ഈ പദ്ധതിക്കായി മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ 355 കോടി രൂപ വകയിരുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തമിഴ്നാട് പോലീസിൽ പുതിയതായി 2500-ൽ കൂടുതൽ തസ്തികകളും ഉണ്ടാക്കിയിരുന്നു. നേവി ബ്ലൂ ഷർട്ടും കാക്കി പാൻസുമാണ് ഇവരുടെ യൂണിഫോം. 2 തോളുകളിൽ മുദ്രകളായി 2 വെള്ളി നക്ഷത്രങ്ങൾ ഉണ്ടാകും. ഷർട്ടിൽ സേനാംഗത്തിന്റെ സ്വർണ്ണ ലിപികളിൽ എഴുതിയ നെയിം ബോർഡ്, മെറ്റൽ ബാഡ്ജോട് കൂടിയ കറുത്ത തൊപ്പി, കറുത്ത ബെൽറ്റ് എന്നിങ്ങനെ സ്റ്റൈലിഷായി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് സിംഗപ്പൻ ഒരുങ്ങുന്നത്. സൈബർ ക്രൈം വിഭാഗം, സോഷ്യൽ മീഡിയ സെൽ, ഇന്റലിജൻസ് വിഭാഗം, തമിഴ്നാട് സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനുകൾ എന്നിവയിൽ നിന്നും തെരഞ്ഞെടുത്തവരാണ് ഇതിലെ അംഗങ്ങൾ. ആദ്യഘട്ടത്തിൽ 70 യൂണിറ്റുകളാണ് സംസ്ഥാനത്തിലുടനീളം പ്രവർത്തനം ആരംഭിക്കുന്നത്. 140 സബ് ഇൻസ്പെക്ടർമാരും 420 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ആദ്യഘട്ടത്തിൽ സേനയിലുള്ളത്. ഓരോ പെട്രോളിംഗ് വാഹനത്തിലും ഒരു സബ് ഇൻസ്പെക്ടർ, 2 ഹെഡ് കോൺസ്റ്റബിൾമാർ, ഡ്രൈവർ എന്നിവരടങ്ങുന്ന ഒരു സംഘമുണ്ടാകും. മുഖ്യമന്ത്രി വിജയിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പെൺസിംഗം സേനയുടെ പ്രവർത്തനം.